ആശുപത്രിയിലെ ആക്രമണങ്ങൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ച് ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസിന് മന്ത്രിസഭാ അംഗീകാരം. 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ഓർഡിനൻസിൽ നിർദ്ദേശിക്കുന്നു. സെക്യൂരിറ്റി, ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെ ആരോഗ്യ പ്രവർത്തകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പരാതികളും തിരുത്തുകളും നിയമസഭയിൽ ഔദ്യോഗിക ഭേദഗതിയായി തന്നെ കൊണ്ടുവരും. ആരോഗ്യ പ്രവർത്തകർ എന്ന നിർവചനത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നഴ്സുമാരും ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് പുറമെ പാരാമെഡിക്കൽ ജീവനക്കാർ, പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ, സെക്യൂരിറ്റി ജീവനക്കാർ, ആംബുലൻസ് ഡ്രൈവർമാർ, മാനേജീരിയൽ ജീവനക്കാർ കൂടാതെ ഹെൽപ്പർമാർ എന്നിവർക്കും ആരോഗ്യ പ്രവർത്തകർ എന്ന സംരക്ഷണം ഇനി മുതൽ ഈ നിയമപ്രകാരം ലഭിക്കും. ഒരാൾ ആശുപത്രിയിൽ അക്രമം നടത്തുകയോ അക്രമം നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയോ അതിന് പ്രേരിപ്പിക്കുകയോ അതിന് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ, ഒപ്പം 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് കുറ്റം. കൂടാതെ ഈ ആരോഗ്യ പ്രവർത്തകരെ കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷാ അളവ് കൂടും. അതായത് കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 1 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷാ കാലാവധിയാണ് പറയുന്നത്. അതുകൂടാതെ 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴയും ഇത് പ്രകാരം ലഭിക്കും. കേസുകളുടെ നടത്തിപ്പും വേഗം കൂടിയിട്ടുണ്ട്. FIR വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകും. FIR രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. എല്ലാ ജില്ലയിലും ഒരു കോടതി ആശുപത്രി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. കൂടാതെ ആവശ്യമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ നിർദ്ദേശം നൽകും. അക്രമം നടത്തുന്നവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, മിനിമം പണിഷ്മെന്റ് ഉറപ്പാക്കപ്പെടുന്നുമുണ്ട്. മിനിമം പണിഷ്മെന്റ് 6 മാസത്തിൽ കുറയാതെ, അതുപോലെ തന്നെ പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷയും. അത് അക്രമ പ്രവർത്തനം നടത്തുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാതെ 5 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷ ലഭിക്കും. ഇതുകൂടാതെ 50,000 രൂപയിൽ കുറയാതെ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 320-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കഠിനമായ ദേഹോപദ്രവം ഉണ്ടായാൽ 1 വർഷത്തിൽ കുറയാത്ത ശിക്ഷ, പരമാവധി 7 വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷ, അതുപോലെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത 5 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴ ശിക്ഷയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിയമ ഭേദഗതിക്ക് ഡോക്ടർ വന്ദനയുടെ പേര് നൽകണമെന്ന് നേരത്തെ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ നൽകാനാകില്ല എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പേരിൽ ചെറിയ മാറ്റം വരുത്തി. അതായത് 2012-ലെ കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും അക്രമവും സ്വത്തിനുള്ള നാശം തടയൽ ഭേദഗതി ഓർഡിനൻസ് എന്നായിരിക്കും പുതിയ ഭേദഗതിയെ അറിയപ്പെടുന്നത്. നിലവിലെ നിയമത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം വരുത്തുകയോ നിലവിൽ പരാതികൾ മറ്റോ ഉയരുകയാണെങ്കിൽ അത് നിയമസഭയിൽ പ്രത്യേക ഓർഡിനൻസായി കൊണ്ടുവന്ന് നടപ്പാക്കാനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.